ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു മാക്കറോണിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മാക്കറോണി എടുത്തിട്ട് ഒന്ന് കഴുകി ആ മാക്കറോണി വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ അന്നത്തേക്ക് നന്നായിട്ട് ഇത് വേകും. ആ വേകാനായിട്ട് ഇടുന്ന വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിതങ്ങ് വേകാൻ വെക്കും. എന്നിട്ട് നമ്മൾ സാധാരണ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന പോലെ അതിനകത്തുനിന്ന് വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്ത് കുറച്ച് പച്ചവെള്ളത്തിലും കൂടി ഇതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഓവറായിട്ട് വെന്ത് പോയിട്ടില്ലെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. പക്ഷേ ഇതാ ഞാൻ നേരടി നോക്കി കാണിക്കുന്നത് വെച്ചാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാത്ത എന്തെണ്ണ വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം. ഞാൻ ബട്ടർ അതൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിനും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണം. ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യുന്ന വീഡിയോ ഇടാൻ മറന്നു പോയതാണ്. ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേക്കിനും ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും സവോളയാണ് ഞാൻ ഇതിനകത്ത് വെജിറ്റബിളായിട്ട് ആകെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്, മഷ്റൂം, ബ്രോക്കോളി, സ്വീറ്റ് കോണിൻ്റെ ഒക്കെ ഇടത്തില്ലേ, സ്വീറ്റ് കോണിൻ്റെ പീസസ്, എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ ഇടാം. ഈവൻ ചിക്കൻ ഇടുവാണെങ്കിൽ നമുക്കിത് ചിക്കൻ മക്കറോണി ആയിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വെജിറ്റബിളായിട്ട് ഈ ഓണിയൻ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് സോൾട്ടായി വരുമ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് നമ്മുടെ വറ്റൽ മുളകിൻ്റെ ക്രഷ്ഡ് ഇതായിട്ട് ഇടുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ മല്ലിയിലയുടെ തണ്ട് മാത്രം, ഇലയല്ലാതെ തണ്ട് മാത്രം ഇടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. എനിക്ക് ക്രഷ്ഡ് ഇത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കൈ കൊണ്ട് മുറിച്ച് തന്നെയാണ് വറ്റൽമുളക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി പെപ്പറാണ് ഇതിന് കൂടുതലും ഫ്ലേവർ ആഡ് ചെയ്യുന്ന മറ്റൊരു സാധനം. നമുക്ക് പെപ്പറും കൂടി ഇതിൻ്റെ കൂടെ വഴി ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സവോളയും ഇപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ സവോള മാത്രമേ ഇടുന്നുള്ളെങ്കിൽ നിങ്ങൾ എന്ത് വെജിറ്റബിൾ ഇടുവാണെങ്കിലും ആ വെജിറ്റബിൾ എല്ലാം ഒന്ന് വാടി വന്നിട്ട് ഓവറായിട്ടങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട, ഒരു മീഡിയം കുക്കായാൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പെപ്പർ ലാസ്റ്റ് നമ്മളിതിനകത്ത് പാൽ ആഡ് ചെയ്യുന്ന ടൈമിൽ അന്നേരം ഒന്ന് എരിവ് നോക്കുക. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പെപ്പർ വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേറെ പച്ചമുളകും ഇങ്ങനത്തെ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്ത് എരിവിന് അടുത്തടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പെപ്പർ മാത്രമാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് വെജിറ്റബിൾസ് ആണോ ഇടുന്നത് ആ വെജിറ്റബിൾ എന്തായാലും ഇട്ടിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചു. നിങ്ങൾക്ക് പാലും ഫ്രഷ് ക്രീമും ചീസും ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഒഴിക്കാം. അല്ലെ പാൽ മാത്രം വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെ ഫ്രഷ് ക്രീം മാത്രം വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. പാലിൻ്റെ അകത്തേക്ക് ഞാൻ ചീസാണ് അടുത്തായിട്ട് ഇടുന്നത്. ഇത് നന്നായിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റായി ആ പാലിനകത്ത് ഞാൻ റോ പാൽ തന്നെ, പച്ച പാൽ തന്നെയാണ് ഒഴിക്കുന്നത്. അത് അതിനകത്ത് കിടന്നൊന്ന് തിളച്ച് വന്നോളും. ഇനി വേണ്ടിയിട്ട് തിളപ്പിച്ച് വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അപ്പോൾ ആ സോട്ട് ചെയ്ത വെജിറ്റബിൾസിനകത്തോട്ട് പാൽ ഒഴിച്ചു, ചീസും ഇട്ടു. അതൊന്ന് മെൽറ്റായി തിള വന്ന് കഴിയുമ്പോഴത്തേക്കിനും വേണം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്കറോൺസ് ഇടാനുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുകി വരുന്ന പോലെ നമ്മൾ ആ ചീസും കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരുവേ. ആ ടൈമിലാണ് നമ്മൾ മാക്കറോൺസ് ഇടാനുള്ളത്. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കട്ട പിടിക്കാതെ ആ ചീസും ഇതൊക്കെ ഒന്ന് മെൽറ്റാക്കി കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേനും പാലിൻ്റെ നമുക്ക് സൈഡിൽ നിന്ന് തിള വരുന്ന കാണാൻ പറ്റും. തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാക്കറോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്യാം. പ്രോൺസ് വേണമെങ്കിൽ പ്രോൺസ് ഫ്രൈ ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരെ മാക്കറോൺസ് ഇട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കും. ഇത് പലർക്കും പല ഇതായിട്ട് നന്നായിട്ട് സോസി ആയിട്ട് നല്ല ഇങ്ങനെ കുറച്ച് ലിക്വിഡായിട്ട് നല്ല ജ്യൂസി ആയിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ഇത് ഡ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് ഡ്രൈ ആയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടെ വെള്ളം ഇടാം. അത് നിങ്ങൾക്ക് നിർബന്ധമില്ല. മല്ലിയില ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിതിനകത്ത് കുറച്ചും കൂടെ മിൽക്ക് വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ക്രീമി ആയിട്ട് നല്ല കുറച്ച് വെള്ളം കൂടുതലായിട്ട് നമുക്കെടുക്കാം. അതല്ല നമുക്കിത് തിക്കായിട്ട് നല്ല കട്ടയ്ക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് സോസ് മാക്കറോണി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വെജായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനോ പ്രോൺസോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. മീറ്റ് എന്ത് ഐറ്റംസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.